എതിർ ക്രിസ്തുവിന്റെ ഭരണത്തെ ഉറപ്പിക്കുന്ന ഒരു ഭയങ്കര സംഭവം 2025 ഓഗസ്റ്റ് മാസത്തിന് ശേഷം ലോകത്തിലെ ചില രാജ്യങ്ങളിൽ കാണപ്പെടാൻ പോകുകയാണ്. തുറന്നു പറഞ്ഞാൽ ഈ വരുന്ന വർഷങ്ങളിൽ വൺ വേൾഡ് സീക്രട്ട് സൊസൈറ്റി എതിർ ക്രിസ്തുവിന്റെ ഭരണ തേർവാഴ്ചയുടെ തുടക്കങ്ങളായിരിക്കും. ഈ ലോകത്തെ ഒറ്റ കയ്യിൽ ഭരിക്കുന്ന ഒരു ഭരണാധികാരി എഴുന്നേറ്റ് വരും. എതിർ ക്രിസ്തുവിന്റെ ഭരണാരംഭം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തെ ഉറപ്പിക്കുന്ന ഒരു ഭയങ്കര സംഭവം 2025 ഓഗസ്റ്റ് മാസത്തിന് ശേഷം ലോകത്തിലെ ചില രാജ്യങ്ങളിൽ കാണപ്പെടാൻ പോകുകയാണ്. പ്രധാനപ്പെട്ട 5 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് ലോകരാജ്യങ്ങളെ പങ്കിട്ട് ഭരിക്കുകയും ഒരൊറ്റ കറൻസിയാക്കുകയും ചെയ്യും. ഈ ലോകത്തിലെ കാലങ്ങളെയും കാലഗതികളെയും കാലാവസ്ഥകളെയും നോക്കിയാൽ യേശു കർത്താവിന്റെ 2ാം വരവിന്റെ അടയാളങ്ങൾ വളരെ സ്പഷ്ടമായി കാണത്തക്ക നിലയിൽ ലോകവും അതിന്റെ പണികളും ഒഴിഞ്ഞു പോകും. ഭരണ സംവിധാനങ്ങളും മാറിമറിയുന്ന കാലം വരാൻ പോകുകയാണ്. വൺ ടെലികോം, വൺ കാർഡ്, വൺ റൂൾ, വൺ വേൾഡ് ഗവൺമെന്റ് എന്നിങ്ങനെ ഒറ്റ കൈപ്പിടിയിൽ ഒതുക്കി ഭരിക്കുവാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം വേഗത്തിൽ വരാൻ പോകുകയാണ്. തുറന്നു പറഞ്ഞാൽ ഈ വരുന്ന വർഷങ്ങളിൽ വൺ വേൾഡ് സീക്രട്ട് സൊസൈറ്റി എതിർ ക്രിസ്തുവിന്റെ ഭരണ തേർവാഴ്ചയുടെ തുടക്കങ്ങളായിരിക്കും. ലോകത്തിലെ ജനങ്ങൾക്ക് ആദ്യം മധുരമായി തോന്നുമെങ്കിലും പിന്നത്തേതിൽ അത് കാഞ്ഞിരം പോലെ കയ്ക്കും. ഈ ലോകത്തെ ഒറ്റ നിയമം കൊണ്ട് ഭരിക്കുവാൻ പ്രാപ്തിയുള്ള 10 രാജാക്കന്മാർ എഴുന്നേറ്റ് വരും. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽക്കാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുവൻ എഴുന്നേൽക്കും. അവൻ മുൻപിലത്തവരോട് വ്യത്യാസമുള്ളവരായി 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. അവൻ അത്യുന്നതനായവനോട് വമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശങ്ങളും അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ചു കളയും. ലോകത്തിലെ ചില വമ്പൻ രാജ്യങ്ങൾ നമ്മുടെ ഭാരതവുമായി ചേർന്ന് നിന്ന് സൗഹൃദത്തിലാകുവാൻ ചില പദ്ധതികൾ ഉണ്ടാക്കുകയും ഒരു പുതിയ ഓർഗനൈസേഷൻ രൂപീകരിക്കുകയും ചെയ്യും. ഭാരതത്തിലെ ഐതിഹ്യങ്ങളിലെ ഒരു പ്രത്യേകതരം ആരാധനാമൂർത്തിയുടെ തൃക്കൺ പോലെയുള്ള ഒരു ചിഹ്നം ഈ ഓർഗനൈസേഷന് മുദ്രയായിരിക്കും. രാജ്യം രാജ്യത്തോട് ചേർന്ന് ഒന്നാകും. ചില രാജ്യങ്ങളുടെ ഭാഗങ്ങൾ പിടിച്ചടക്കപ്പെടും. പല രാജ്യങ്ങളുടെ അതിരുകളും അതിർത്തികളും നീക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും ഭരണ നിയമങ്ങൾ ഒന്നായി എന്ന വാർത്തകൾ ഈ ദിവസങ്ങളിൽ നാം കാണാൻ പോകുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നാം കാണുന്ന ഭൂപടങ്ങളുടെ രൂപങ്ങളിലും ആകൃതികളിലും വലിയ രൂപവ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പോകുകയാണ്. ഏകഭരണ നിയമം എന്ന പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന 5 മുതൽ 10 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ പ്രതിമ നിർമ്മിച്ച് സ്ഥാപിക്കും. ഇതിനെക്കുറിച്ച് നമ്മുടെ വേദപുസ്തകത്തിലെ വെളിപ്പാടിന്റെ പ്രവചന പുസ്തകം 13-ാം അധ്യായം ഇങ്ങനെ പറയുന്നു: 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അതിന്റെ 5-ാം വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു: വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിക്കുവാൻ അധികാരവും ലഭിച്ചു. അത് ദൈവനാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിക്കുവാൻ ദൈവദൂഷണത്തിനായി വായ തുറന്നു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഭാരതത്തിന്റെ കേന്ദ്രഭരണത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ലോകത്തിലെ 5 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ബ്രിക്സിന്റെ മധ്യഭാഗത്തായി ഒരു ശൂന്യത വെളിപ്പെടുകയും ചെയ്യും. ലോകത്തിലെ മുഴുവൻ വൻകിട ചെറുകിട ബിസിനസ്സുകളെ നിയന്ത്രിക്കുന്ന തരത്തിൽ സകല രാജ്യങ്ങളുടെ സമ്പത്തിനെ കൈകാര്യം ചെയ്ത് ലോക രാജ്യത്തെ മുഴുവനായും ഒറ്റയ്ക്ക് ഭരിക്കുവാൻ കഴിയുന്ന, അല്ല പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഇപ്പോൾ ഈ ലോകത്തെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന വി വിൽ എസ്റ്റാബ്ലിഷ് എ ന്യൂ വേൾഡ് ഓർഡർ എന്ന പ്രഖ്യാപനത്താൽ ലോകം മുഴുവനും ഏക ഭരണവും സ്വാതന്ത്ര്യവും, ഏക നാണയവും സമ്പത്തും, ഏക രാഷ്ട്രീയവും വ്യാപാരവും എന്ന അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ രഹസ്യ സംഘത്തിന്റെ പേരോ വിവരണങ്ങളോ വിശദീകരണങ്ങളോ ഞാനിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അധികം താമസിക്കാതെ ഈ വേൾഡ് മോസ്റ്റ് ഡേഞ്ചറസ് സീക്രട്ട് സൊസൈറ്റിയുടെ കൈക്കുള്ളിലേക്ക് നമ്മുടെ സകല രാജ്യങ്ങളും ഒതുങ്ങുവാൻ പോകുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ ശക്തരായ 5 രാജ്യങ്ങൾ ചേർന്ന് ഏകത്വം അല്ലെങ്കിൽ തുല്യത എന്ന പദ്ധതിയുടെ
പിന്നിലെ രഹസ്യങ്ങളും ഡേഞ്ചറസ് സീക്രട്ട് സൊസൈറ്റിയുമായി ഒപ്പുവെക്കുകയും ഈജിപ്തും ചൈനയും അമേരിക്കയിലെ ഒരു ബഹിരാകാശ കമ്പനിയുമായി ചേർന്ന് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എന്ന പദ്ധതിയുടെയൊക്കെ പിന്നിൽ മറച്ചു വെച്ചിരിക്കുന്ന ചില രഹസ്യ അജണ്ടകളുടെ മുഖങ്ങളെ ദൈവം ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരികയും ചില പദ്ധതികളെ ദൈവം പൊളിച്ചു കളയുകയും ചെയ്യും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 5 മുതൽ 10 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു മൃഗത്തിന്റെ പ്രതിമ സ്ഥാപിക്കും. ശേഷം അതിനോട് ചേർന്ന് രണ്ടാമതായി വളരെ വ്യക്തമായ അജണ്ടയോടും ദൃഢനിശ്ചയത്തോടും കൂടെ ശക്തമായ ഒരു ഭരണം ലോകത്തിലേക്ക് സ്ഥാപിക്കപ്പെടും. അന്ന് റോബോട്ടിക് വൺ വേൾഡ് പുറത്തു വരികയും ചെയ്യും. വെളിപ്പാടിന്റെ പ്രവചന പുസ്തകം 13-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം പോലെ സംസാരിച്ചു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. അത് ചെറിയവനും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാർ മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വയ്യാതെയാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യന്റെ സംഖ്യ എത്രേ? അതിന്റെ സംഖ്യ 666.